ഹായ് ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS രണ്ടാം ഘട്ട എക്സാമിൻ്റെ അനാലിസിസും കട്ട് ഓഫും കഴിഞ്ഞ വർഷത്തെ നിയമന നിലയും ആവറേജ് വേക്കൻസി റിപ്പോർട്ടഡ് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മൾ കണ്ണൂർ ജില്ലയിൽ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 63 മുതൽ 68 വരെയാണ്. മലപ്പുറം ജില്ലയിൽ ഇത് 62 മുതൽ 67 വരെയാണ്. അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 57 മുതൽ 62 വരെയും ഇടുക്കിയിൽ 58 മുതൽ 63 വരെയുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ എക്സാം താരതമ്യേന ടഫുള്ള എക്സാം ആയിരുന്നു. ഏകദേശം ഒരു 10ഓളം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് തന്നെ അതിലുണ്ടായിരുന്നു. അതിനാൽ കട്ട് ഓഫ് ഒരുപാട് അങ്ങ് ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. താരതമ്യേന ഈ ജില്ലകളിലൊക്കെ നിയമന നിലയും വളരെ കുറവ് നടക്കുന്ന ജില്ലകളാണ് പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകൾ. അതുപോലെ തന്നെ അവിടെ കട്ട് ഓഫും താരതമ്യേന കുറവ് തന്നെയാണ് വരാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 72.67 ആയിരുന്നു. അതുപോലെ അവിടെ ടോട്ടൽ ലിസ്റ്റിൽ 567 പേരെയാണ് ഉൾക്കൊള്ളിച്ചത്. അതുപോലെ മലപ്പുറം ജില്ലയിൽ 71.67 കട്ട് ഓഫും 696 പേരെയായിരുന്നു ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 66.3 ആയിരുന്നു. ആ ജില്ലയിൽ 748 പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുപോലെ ഇടുക്കി ജില്ലയിൽ കട്ട് ഓഫ് 65.3ഉം 378 പേരായിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുപോലെ നമ്മൾ കണ്ണൂർ ജില്ലയിലെ നിയമന നില നോക്കുകയാണ് എങ്കിൽ ടോട്ടൽ 457 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അതിൽ ഓപ്പൺ കാറ്റഗറി മെയിൽ 370 വരെയും ഫീമെയിൽ 369 വരെയുമാണ് പോയിട്ടുള്ളത്. അതുപോലെ നമ്മൾ കണ്ണൂരിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഈഴവ, മുസ്ലിം, OBC, വിശ്വകർമ്മ, അതേപോലെ തന്നെ ഹിന്ദു നടാർ, അതിലെ മെയിൽ കാറ്റഗറി മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം സപ്ലൈ ലിസ്റ്റിൽ നിന്നുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ബാക്കി സപ്ലൈ ലിസ്റ്റുകാർക്ക് അത്രയും പ്രയോജനമുണ്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ മലപ്പുറം ജില്ലയിലെ നിയമന നില നോക്കുകയാണെങ്കിൽ ടോട്ടൽ 516 അഡ്വൈസ് പോയപ്പോൾ ഓപ്പൺ കാറ്റഗറി മെയിൽ 443 വരെയും ഫീമെയിൽ 426 വരെയുമാണ് പോയിട്ടുള്ളത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വൈസ് നോക്കുകയാണെങ്കിൽ ഈഴവ, SC, മുസ്ലിം, OBC, വിശ്വകർമ്മ എന്നിവ ഒഴിച്ച് ബാക്കിയെല്ലാം സപ്ലൈ ലിസ്റ്റിൽ നിന്നുമാണ് അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ബാക്കി കാറ്റഗറിക്കാർക്ക് സപ്ലൈ ലിസ്റ്റിൽ വന്നാലും പ്രയോജനമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി മെയിൽ 215 വരെയും ഫീമെയിൽ 207 വരെയുമാണ് പോയിട്ടുള്ളത്. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വൈസ് നോക്കുകയാണ് എങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഈഴവ, അതേപോലെ OBC, വിശ്വകർമ്മ, സിഖ് നടാർ, ധീരവ, ഹിന്ദു നടാർ എന്നീ കാറ്റഗറികൾ ഒഴിച്ച് ബാക്കി എല്ലാ കാറ്റഗറികളും സപ്ലൈ ലിസ്റ്റിൽ നിന്നുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാറ്റഗറികളാണ് മെയിൻ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇടുക്കി ജില്ലയിലെ നിയമന നില നോക്കുകയാണെങ്കിൽ ടോട്ടൽ 309 അഡ്വൈസാണ് ഇതുവരെ പോയിട്ടുള്ളത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ മെയിൽ 259 വരെയും ഫീമെയിൽ 249 വരെയുമാണ് പോയിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ ഈഴവ, മുസ്ലിം, OBC, വിശ്വകർമ്മ, ഹിന്ദു നടാർ, സിഖ് നടാർ, അതേപോലെ ധീരവ എന്നീ കാറ്റഗറികൾ ഒഴിച്ച് ബാക്കിയെല്ലാം സപ്ലൈ ലിസ്റ്റിൽ നിന്നുമാണ് അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇത്രയും കാറ്റഗറികൾക്കാണ് മെയിൻ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഒരുപാട് മാർക്ക് നേടിയാലും ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോലി നേടുക എന്നുള്ളതാണ്. അതിന് മാക്സിമം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവുക. അങ്ങനെ നമ്മൾ ഒരു ആവറേജ് വേക്കൻസി റിപ്പോർട്ടഡ് ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ LGS ലിസ്റ്റിൽ നിന്നുള്ള ഒരു 10 മാസ കാലയളവിലെ ലിസ്റ്റുകളെ ഓരോ ജില്ലകളിലും എത്രമാത്രം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവുന്നു എന്ന് നോക്കി ഒരു ആവറേജ് എടുത്തിട്ടുള്ള കണക്കാണ്. അതനുസരിച്ച് കണ്ണൂർ ജില്ലയിൽ ഇത് 10ഉം മലപ്പുറം ജില്ലയിൽ ഇത് 15ഉമാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല നോക്കുകയാണെങ്കിൽ ഇത് 7ഉം ഇടുക്കിയിൽ ഇത് 10ഉമാണ്. ഓരോ ജില്ലയിലും ഈ ആവറേജ് വേക്കൻസി റിപ്പോർട്ടഡ് വ്യത്യസ്തമായിരിക്കും. നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും അതിനുവേണ്ടി വർക്ക് ചെയ്ത് മാക്സിമം വേക്കൻസി റിപ്പോർട്ടാക്കിയാൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ താരതമ്യേന റിപ്പോർട്ടഡ് ആവുന്ന വേക്കൻസികളുടെ എണ്ണം കുറവാണ്. മലപ്പുറം ജില്ലയിൽ ഏകദേശം ഒരു 15ഓളം വേക്കൻസികൾ ഒരു ആവറേജായിട്ട് റിപ്പോർട്ടഡ് ആവുന്നുണ്ട്. നമ്മളിത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ പ്രീവിയസ് LGS കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 548/2019 ആണ്. അത് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് സെർച്ച് ചെയ്തതിന് ശേഷം ഓരോ ഡിസ്ട്രിക്ട് വൈസും നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്.
അന്നേരം ഓരോ മാസം ഏകദേശം എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവുന്നു എന്ന കണക്ക് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതിലൊരു 10 മാസ കാലയളവിലെ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വർക്കിംഗ് ഗ്രൂപ്പുകളിൽ വരുന്ന പ്രവർത്തനം പോലെ നമുക്കിത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന പേരിൽ മാത്രം പഠിത്തം നിർത്താതിരിക്കാനാണ് ഈ ഒരു രേഖകൾ ഇവിടെ കാണിച്ചത്. നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി കിട്ടുമെന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അത്രമാത്രം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവുന്ന ജില്ലകളാണെങ്കിൽ മാത്രമേ ഇത്ര നാളിനുള്ളിൽ ഒരു 100 അഡ്വൈസൊക്കെ പോവുകയുള്ളൂ. അല്ലെങ്കിൽ വളരെ പതിയെ ഇടുക്കിയിലൊക്കെ പോകുന്ന കണക്ക് ടോട്ടൽ 300 അഡ്വൈസൊക്കെ 3 വർഷ കാലയളവിൽ പോകുന്നുള്ളൂ. അതുകൊണ്ട് ലിസ്റ്റിൽ വന്നു എന്നതിൻ്റെ പേരിൽ ആരും പഠിത്തം നിർത്താതിരിക്കുക. അഡ്വൈസ് കിട്ടുന്നവരെയും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നന്ദി.